വാൾട്ട് ഡിസ്നിയുടെ പ്രൊഡക്ഷനിൽ 2022 പുറത്തിറങ്ങിയ കാഴ്സ് ഓൺ ദ റോഡ് എന്ന സീരീസിന്റെ 3-4 എപ്പിസോഡുകൾ അടങ്ങുന്ന വീഡിയോ ആണിത്. ഇതിന്റെ ആദ്യ 2 എപ്പിസോഡുകൾ അടങ്ങുന്ന വീഡിയോ കാണാത്തവർ മുകളിൽ വരുന്ന ഐക്കാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് ആദ്യ ഭാഗം കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മെക്കീനും മാറ്ററും ഒരു ഹോട്ടലിൽ തങ്ങുന്നതും പിറ്റേന്ന് രാവിലെ അവർ ആ ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോകുന്നതും വരെയാണ് പറഞ്ഞത്. അങ്ങനെ അവർ പിന്നെയും ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് തമാശകളൊക്കെ ആസ്വദിച്ച് വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എന്നാൽ അവർ കുറെ പോയി കഴിയുമ്പോൾ അവിടെ എങ്ങും റോഡ് കാണാൻ കഴിയുന്നില്ല. ഇവിടെ ഇപ്പോൾ റോഡോ വാഹനങ്ങളോ ഒന്നുമില്ലെന്നും നമുക്കൊന്ന് പൊലിപ്പിക്കാൻ പറ്റിയ സമയമാണെന്നും എത്ര വേഗത്തിൽ പോയാലും കുഴപ്പമില്ലെന്നും നീ എന്നോടൊപ്പം ഒരു റേസ് വെക്കുന്നുണ്ടോ എന്നും മെക്കീൻ മാറ്ററിനോട് ചോദിക്കുന്നു. എനിക്ക് അതിനൊന്നും വയ്യ, എന്നാലും ഒരു കൈ നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റർ ഉടൻ ചവിട്ടി വിടുകയും മെക്കീൻ അവനെ വെട്ടിച്ച് കയറി പോവുകയും ചെയ്യുന്നു. എനിക്ക് നിന്റെ അത്രയും സ്പീഡൊന്നും എടുക്കാൻ കഴിയില്ല, എന്നാലും സ്പീഡിൽ പോകുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണെന്നൊക്കെ മാറ്റർ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിനിടെ ദൂരെ നിന്ന് എന്തോ വല്ലാത്ത ശബ്ദം കേൾക്കുന്നു. അതെന്താണെന്ന് മനസ്സിലാവാതെ അവർ നോക്കിക്കൊണ്ട് നിൽക്കുന്നതിനിടെ ഒരു കാർ ജെറ്റ് പോലെ അതുവഴി പോകുന്നു. അതെന്താണെന്ന് നമുക്ക് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് അവർ പരസ്പരം പറയുകയും ശേഷം ആ വണ്ടി വന്ന സ്ഥലത്തേക്ക് അവർ പോവുകയും ചെയ്യുന്നു. അവിടേക്ക് അവർ ചെല്ലുമ്പോൾ ഹൈസ്പീഡ് റേസർ കാറുകളുടെ ഒരു ക്യാമ്പാണ് അവർ കാണുന്നത്. അവിടെ പല കാറുകളും രൂപമാറ്റം നടത്തി ഹൈസ്പീഡ് റേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർ അവിടെയുള്ള വാഹനങ്ങളെല്ലാം നോക്കി നടക്കുകയാണ്. അവിടുത്തെ കാറുകളെ പറ്റിയെല്ലാം മെക്കീൻ മേറ്ററിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ സാധാരണ വാഹനങ്ങളെ റേസ് കാർ ആക്കുന്ന ഒരു ഗ്യാരേജ് അവിടെ മേറ്റർ കാണുന്നു. ഇതോടെ അവൻ അവിടേക്ക് ചെന്ന് തന്നെ ഒരു റേസ് കാർ ആക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് അപകടമാണെന്നും എന്നാലും ട്രക്കുകളുടെ ഇടയിൽ നിന്ന് ഒരു റേസർ വരുന്നത് നമുക്കും അഭിമാനമുള്ള കാര്യമാണെന്നും നിങ്ങളെ ഞങ്ങളൊരു റേസർ ആക്കാമെന്നും അവർ പറയുന്നു. ഇത് കേട്ട് മെക്കീൻ നോക്കുമ്പോൾ മുമ്പ് റേസറായി തകർന്ന ഒരു വണ്ടിയുടെ ഭാഗം അവിടെ ഇരിക്കുന്നത് അവൻ കാണുന്നു. ഇതോടെ മെക്കീൻ അവനെ തടയാൻ ശ്രമിക്കുമെങ്കിലും അവൻ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ അവർ മെക്കീനെ ഗ്യാരേജിന്റെ ഉള്ളിലിട്ട് പണിഞ്ഞ് ഒരു റേസർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ അവർ ആ ഗ്യാരേജ് തുറക്കുകയും അവനെ കാണുന്ന മെക്കീൻ ഞെട്ടിപ്പോവുകയും ചെയ്യുന്നു. അവനെ ഒരു ജെറ്റ് പോലെയുള്ള റേസർ ആക്കി എടുത്തിരിക്കുകയാണ്. ഇത് വലിയ അപകടമാണെന്നൊക്കെ മെക്കീൻ അവനോട് പറയുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ അവൻ റേസ് ട്രാക്കിൽ ചെന്ന് നിൽക്കുകയും കോടി കാണിക്കുന്നതോടെ അവിടെ നിന്ന് വളരെ വേഗത്തിൽ വിട്ടുപോവുകയും ചെയ്യുന്നു. അവൻ സ്പീഡൊക്കെ ആസ്വദിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതോടെ മെക്കീനും അവന്റെ പിറകെ ചെന്നുകൊണ്ടിരിക്കുകയാണ്. മതിയടാ, ഒന്ന് നിർത്ത്, നിനക്ക് അപകടം പറ്റുമെന്നൊക്കെ മെക്കീൻ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും എനിക്കിത് വളരെയേറെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മേറ്റർ വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മേറ്റർ തന്റെ മാക്സിമം സ്പീഡ് എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ അവൻ തന്റെ ഫുൾ പവർ എടുക്കുകയും ഇതോടെ ഓവർ സ്പീഡ് ആകുന്നത് കൊണ്ട് അവന്റെ ഡിവൈസുകളെല്ലാം തകരാറിലാവുകയും ആ യന്ത്രങ്ങൾ ഓരോന്നായി ഇളവിത്തെറിച്ചു പോവുകയും ചെയ്യുന്നു. അല്പസമയത്തിനുള്ളിൽ മൊത്തം തകർന്ന് തരിപ്പണമാകുന്നു. പിന്നീട് മേറ്റർ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൻ എയറിൽ നിൽക്കുകയാണ്. അവന്റെ തൊട്ടു മുന്നിൽ ഒരാൾ നിന്നിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ വിളിക്കുകയാണ്. ഇത് കേട്ട് ഒന്നും മനസ്സിലാവാതെ ഇതെന്താണ് സംഭവമെന്നും ഞാനിപ്പോൾ എവിടെയാണെന്നുമൊക്കെ മേറ്റർ അതിനോട് ചോദിക്കുന്നു. ഞാൻ കാലനാണെന്നും ഇപ്പോഴുണ്ടായ അപകടത്തിൽ നീ മരിച്ചിരിക്കുന്നുവെന്നും നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നതെന്നും അയാൾ പറയുമ്പോൾ അവന് ആകെ കൺഫ്യൂഷനായി നിൽക്കുകയാണ്. അവൻ നോക്കുമ്പോൾ തൊട്ടു താഴെ അപകടത്തിൽ അവൻ മരിക്കാൻ പോവുകയാണ്. അവന്റെ തൊട്ടുപിറകെ മെക്കീൻ വരുന്നതായി കണ്ട് എനിക്ക് അവനോടൊരു ഗുഡ് ബൈ പറയാനെങ്കിലും സമയം കിട്ടുമോ എന്ന് മേറ്റർ ചോദിക്കുന്നു. അതിനൊന്നും പറ്റില്ല, നിന്റെ സമയം മൊത്തത്തിൽ കഴിഞ്ഞു എന്ന് അവർ പറയുമ്പോൾ നിങ്ങൾ യഥാർത്ഥ കാലനും പ്രത്യേക കഴിവുമൊക്കെ ഉള്ള ആളാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാമോ എന്ന് അവൻ ചോദിക്കുന്നു. പറയാമെന്ന് അവർ പറയുമ്പോൾ എങ്കിൽ കണ്ണടച്ച് നിൽക്കാൻ പറയുകയും ശേഷം എനിക്ക് എത്ര ടയർ ഉണ്ടെന്ന് അവൻ ചോദിക്കുകയും ചെയ്യുന്നു. അവർ അതിന് കൃത്യമായി മറുപടി പറയുമെങ്കിലും അവൻ ഒന്നും പറയാത്തത് കണ്ട് അവർ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവന്റെ ആത്മാവ് ശരീരത്തിലേക്ക് കയറാനായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൻ എത്രയൊക്കെ നോക്കിയിട്ടും അവന് ആ ശരീരത്തിൽ കയറാൻ കഴിയുന്നില്ല. ഒടുവിൽ നിരാശനായി നിൽക്കുന്നതിനിടെ അവന്റെ ഡോർ തുറക്കുകയും ഇതോടെ അവൻ ശരീരത്തിലേക്ക് കയറുകയും ചെയ്യുന്നു. പെട്ടെന്ന് അവന് ജീവൻ വരികയും നിലത്ത് വീഴുന്ന അവൻ ഉടൻ തന്നെ തന്റെ കൊളുത്തുപയോഗിച്ച് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയും ഒടുവിൽ ഒരുവിധം അവൻ നിൽക്കുകയും ചെയ്യും. ഇതോടെ നടന്ന കാര്യങ്ങളും അവൻ കാലിനെ കണ്ടതുമൊക്കെ മെക്കീനോട് പറയുമെങ്കിലും മെക്കീൻ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. ഇതിനിടെ അവനെ റേസ് കാർ ആക്കിയവർ അവിടേക്ക് വരികയും നിങ്ങൾ എല്ലാ റെക്കോർഡുകളും തകർത്ത് കളഞ്ഞുവെന്നും ആദ്യമായിട്ടാണ് ഒരു ട്രക്ക് ഇത്ര വേഗത്തിൽ പോകുന്നതെന്നും അതിൽ നമ്മൾ ട്രക്കുകൾക്കെല്ലാം വലിയ സന്തോഷമുണ്ടെന്നും അവർ പറയുന്നു. ഇതോടെ മറ്റുള്ളവരെല്ലാം അവിടേക്ക് വന്ന് അവനെ അഭിനന്ദിക്കുകയും അടുത്ത റേസിൽ പങ്കെടുക്കാൻ പറയുകയും ചെയ്യുന്നു. ഇതോടെ ആകെ കിളി പോകുന്ന മേറ്ററും മെക്കീനും ജീവനും കൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. ഇതോടെ 3ാമത്തെ എപ്പിസോഡ് തീരുന്നു. പിന്നീട് കാണിക്കുന്നത് രാത്രിയാണ്. അന്ന് തങ്ങാനായി മെക്കീൻ ക്യാമ്പ് ഫയർ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ മേറ്റർ അവിടെ കാണുന്ന ചിലരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം അവൻ മെക്കീന്റെ അടുത്തേക്ക് വരികയും എനിക്ക് പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയെന്നും ക്യാമ്പ് ഫയറിൽ അവരെ കൂടി കൂട്ടാമെന്നും അവൻ പറയുമ്പോൾ നമ്മൾ അവരെ ഒന്നും കൂട്ടേണ്ട കാര്യമില്ലെന്നും നമ്മൾ മാത്രം മതിയെന്നും പറയുന്നു. ഈ റോഡ് ട്രിപ്പ് നമ്മൾ വന്നത് തന്നെ പലരുമായി സൗഹൃദം ഉണ്ടാക്കാനും അടിച്ചു പൊളിക്കാനുമാണെന്ന് അവൻ പറയുകയും അങ്ങനെ അവരും ക്യാമ്പ് ഫയറിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ എന്തിനാണ് ഈ മലമ്പ്രദേശത്ത് തങ്ങാൻ വന്നതെന്ന് മെക്കീൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് ആദ്യം പറയാൻ അവർ പറയുന്നു. ഞങ്ങളൊരു കല്യാണത്തിന് പോകുന്ന വഴി ഇവിടെ തങ്ങിയതാണെന്ന് മെക്കീൻ പറയുമ്പോൾ അവർ ചൂടായി സംസാരിക്കാൻ തുടങ്ങുകയും ഞങ്ങൾ CID ഏജന്റുകളാണെന്നും ഞങ്ങൾ പറയുന്നത് മര്യാദയ്ക്ക് നിങ്ങൾ അനുസരിച്ചു കൊള്ളണമെന്നും അവർ പറയുന്നു. ഇതോടെ അവരെ കൂടെ കൂട്ടിയത് 8ന്റെ പണിയായി
എന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാകുന്നു. ഈ കാടിനുള്ളിൽ ഒരു ഭീകരൻ ഒളിഞ്ഞിരിപ്പുണ്ട്. അവനെ പിടിക്കാനാണ് ഞങ്ങൾ വന്നത്. അവനെ പിടിക്കാൻ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നേ പറ്റുള്ളൂ എന്ന് അവർ പറയുകയും ഓക്കെ, ഈ ഓപ്പറേഷന് ഞങ്ങൾ തയ്യാറാണെന്ന് അവർ അറിയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ തങ്ങളുടെ ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. നൈറ്റ് വിഷൻ ക്യാമറ ഉപയോഗിച്ച് ഭീകരനെ പിടിക്കാനായി എല്ലാ സ്ഥലത്തും അവർ കറങ്ങി നടന്നുകൊണ്ടിരിക്കും. മേറ്റർ അവരോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുകയാണ്. എന്നാൽ മെക്കീന് അതിലൊന്നും വലിയ താല്പര്യമില്ല. ഇതോടെ മറ്റുള്ളവരെല്ലാം മുന്നിൽ കയറി പോവുകയും മെക്കീൻ ഒറ്റയ്ക്കാവുകയും ചെയ്യുന്നു. ഇതിനിടെ തന്റെ അടുത്ത് എന്തോ ശബ്ദം കേട്ട് അതെന്താണെന്ന് അറിയാനായി അവൻ വളരെ പേടിയോടെ അവിടേക്ക് ചെന്ന് നോക്കുന്നു. എന്നാൽ പെട്ടെന്ന് മരമൊക്കെ കുലുങ്ങുന്നതായി അവൻ കാണുകയും ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അവിടെ ഒരു ഭീകരൻ ഇരിക്കുന്നത് കണ്ട് അവൻ നിലവിളിച്ചുകൊണ്ട് ജീവനും കൊണ്ട് അവിടെ നിന്ന് വിട്ടുപോകുന്നു. എന്നാൽ ആ ഭീകരൻ അവന്റെ കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. മെക്കീൻ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ആഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ആ ഭീകരൻ തന്റെ പുറകെ വന്ന് കട്ടയ്ക്ക് മുന്നിൽ കയറി നിൽക്കുന്നു. ഉടൻ മെക്കീൻ റിവേഴ്സിൽ കറക്കിയെടുക്കുകയും വിട്ടുപോവുകയും ചെയ്യുമെങ്കിലും അവന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഒരിടത്ത് ഇടിക്കുന്നു. പിന്നീട് അവൻ പതിയെ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവനെ ഒരിടത്ത് തൂക്കിയിട്ടിരിക്കുകയാണ്. അവിടെ ആരോ പാട്ടിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ എങ്ങനെയെങ്കിലും താഴെ ഇറങ്ങാൻ നോക്കുന്നതിനിടെ അത് അവന്റെ അടുത്തേക്ക് വരികയും നീ ആരാണെന്നും എന്തിനാണ് ഇവിടേക്ക് വന്നതെന്നും ചോദിക്കും. നീ ഒരു ഭീകരനല്ലല്ലോ, ഒരു മോൺസ്റ്റർ ട്രക്ക് അല്ലേ എന്ന് മെക്കീൻ ചോദിക്കുന്നു. പണ്ട് മോൺസ്റ്റർ ട്രക്ക് ആയിരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് പറ്റിയതെന്ന് മെക്കീൻ ചോദിക്കുന്നു. മോൺസ്റ്റർ ട്രക്ക് ആയിട്ടുള്ള എന്റെ ആദ്യത്തെ ഷോയ്ക്ക് വേണ്ടി ഞാൻ ചെന്നു. ആ ഷോയിൽ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ എന്റെ ഊഹങ്ങളെല്ലാം പിഴച്ചു. അതോടെ ഒന്നിനും കൊള്ളാത്തവളായി എന്നെ എല്ലാവരും ഉപേക്ഷിച്ചു. നിന്നെ കണ്ടിട്ട് വലിയ അപകടകാരിയായിട്ട് തോന്നുന്നില്ല. പിന്നെന്തിനാണ് നീ എന്നെ അന്വേഷിച്ച് എന്റെ പിറകെ വന്നതെന്ന് അവൾ ചോദിക്കുന്നു. ഇതിനിടെ മേറ്റർ അവിടേക്ക് കയറി വരികയും ഞാൻ ഭീകരനെ കണ്ടുപിടിച്ചുവെന്നും നിന്നെയും കൊണ്ട് ഇവിടെ നിന്ന് പോകുമെന്നും അവൻ ഉറക്കെ വിളിച്ചു പറയും. ഇതോടെ അവനെയും പിടിച്ച് അവിടെ തൂക്കിയിടുന്നു. ഞങ്ങൾ പാവങ്ങളാണെന്ന് നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാക്കില്ലെന്നൊക്കെ അവർ പറയുമ്പോൾ ശരി, നിങ്ങളെ വിടാം, പക്ഷേ മറ്റ് പോലീസുകാരിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് അവർ പറയുന്നു. അങ്ങനെ അവർ അതിന് സമ്മതിക്കുകയും അവരെ താഴെ ഇറക്കുകയും ചെയ്യുന്നു. ഷോയിൽ നിന്ന് പുറത്തായതിനു ശേഷം ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. അവർ ഞാൻ ഭീകരനാണെന്ന് തെറ്റിദ്ധരിച്ചാണ് എന്നെ പിടിക്കാൻ വരുന്നത് എന്ന് ട്രക്ക് പറയുമ്പോൾ അവരെ ഇവിടെയുള്ള സാധനങ്ങൾ വെച്ച് പേടിപ്പിച്ച് നമുക്ക് പുറത്താക്കാമെന്ന് മെക്കീൻ പറയുന്നു. ഈ സമയം പോലീസുകാർ മോൺസ്റ്ററിനെ അന്വേഷിച്ച് വരുമ്പോൾ പെട്ടെന്ന് തങ്ങളുടെ മുന്നിൽ ഒരു ലൈറ്റ് കാണുന്നു. ആ മരങ്ങൾക്ക് പിന്നിൽ എന്തോ വലിയ സംഭവം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ അത് നോക്കാനായി പോകുന്നതിനിടെ അവിടെ ഇരുന്ന കെണിയിൽ വീഴുകയും അവർ പെട്ടുപോവുകയും ചെയ്യുന്നു. പിന്നീട് ലൈറ്റ് വരുമ്പോൾ അവരെ തൂക്കിയിട്ടിരിക്കുകയാണ്. അവിടെ ഒരു ഭീകരജീവി ഇരുന്ന് നിങ്ങളെ ഞാൻ കൊല്ലാൻ പോവുകയാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിനിടെ മേറ്ററിനെ അവിടെ കെട്ടിയിട്ട് ഉപദ്രവിക്കുന്നതായി കണ്ട് അവർ പേടിച്ചു പോവുകയും പെട്ടെന്ന് അവിടെ ഒരു ഭീകരൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾ മറ്റൊരു ഗ്രഹത്തിൽ നിന്നും വന്നതാണ്. ഇവിടെയുള്ളവരെല്ലാം നശിപ്പിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. നിങ്ങളെ ഞങ്ങൾ കൊല്ലാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് അവരെ താഴെ ഇറക്കുകയും നിങ്ങളിൽ ആരെയാണ് ആദ്യം കൊല്ലേണ്ടതെന്നും അത് ചോദിക്കുന്നു. ഇതോടെ അവരെല്ലാവരും പേടിച്ച് ജീവനും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. ഇതെല്ലാം അവർ നടത്തിയ ഒരു നാടകമായിരുന്നു. ഇനി ആരുടെയും ശല്യം ഇങ്ങോട്ടുണ്ടാവില്ലെന്നും നിനക്ക് സന്തോഷത്തോടെ ഈ കാട്ടിൽ താമസിക്കാമെന്നും അവർ പറയുന്നു. അങ്ങനെ മേറ്ററും മെക്കീനും അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ അവൾ വീണ്ടും വരികയും നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാനും നിങ്ങളോടൊപ്പം വരട്ടെ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ മൂന്നുപേരും സന്തോഷത്തോടെ അവിടെ നിന്ന് പോകുന്നതോടെ 4ാമത്തെ എപ്പിസോഡും അവസാനിക്കുന്നു. ഇതോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ സീരീസിന്റെ അടുത്ത 2 എപ്പിസോഡുകളുമായി അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.